നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടരുന്നു. ചിറ്റഗോംഗിൽ വീണ്ടും ക്ഷേത്രം തകർത്തു. പ്രതിഷേധം ശക്തമാക്കി ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം. ഇസ്കോൺ നിരോധിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ഇസ്കോണിന് ബംഗ്ലാദേശിൽ ഇടമില്ല എന്ന മുദ്രാവാക്യങ്ങളുമായി റാലി. ആക്രമണത്തിൽ ആശങ്കയറിയിച്ച് ഭാരതവും VHPയും. കേരളത്തിൽ റെയിൽവേ വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ കത്ത്. റെയിൽവേ മന്ത്രിയുടെ ഇടപെടൽ. ആവശ്യമായ ഭൂമിക്ക് 2100 കോടി രൂപ കേന്ദ്രം കേരളത്തിന് കൈമാറിയിട്ടും നടപടികൾ വൈകുന്ന സാഹചര്യത്തിൽ പാലക്കാട് RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ 17 പ്രതികൾക്ക് ഒന്നിച്ച് ജാമ്യം നൽകിയതിൽ പിഴവെന്ന് സുപ്രീം കോടതി. ഓരോ പ്രതിയുടെയും പങ്ക് പ്രത്യേകം പരിഗണിക്കണമായിരുന്നുവെന്നും കോടതി. കേസിൽ അവശേഷിക്കുന്ന 7 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യാൻ ആദ്യഘട്ട പരിശീലനം പൂർത്തിയാക്കി ISRO. യാത്ര നാസയുമായി സഹകരിച്ച്. ആദ്യഘട്ട യാത്രികർ ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല, ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ. ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിനായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന് സ്ഥിരീകരിച്ച വിദേശകാര്യ മന്ത്രാലയം. സുരക്ഷാ കാരണങ്ങൾ BCCI ഉന്നയിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയം. വേര് സമർച്ച നിർണായക ICC യോഗം ഇന്ന്. വാർത്തയിലേക്ക്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടരുകയാണ്. ചിറ്റഗോംഗിൽ വീണ്ടും ക്ഷേത്രം തകർത്തു. പ്രതിഷേധം ശക്തമാക്കി ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹവും VHP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും. അതേസമയം ഇസ്കോൺ നിരോധിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയത് ഇടക്കാല സർക്കാരിന് തിരിച്ചടിയായി. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിലും ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിലും പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് ചിറ്റഗോംഗിൽ വീണ്ടും ക്ഷേത്രം തകർത്തത്. ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ ചിറ്റഗോംഗിൽ കഴിഞ്ഞ ദിവസം ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധ റാലി നടത്തിയിരുന്നു. ഇതാണ് തീവ്ര ഇസ്ലാമിക സംഘടനകളെ ചൊടിപ്പിച്ചത്. ക്ഷേത്രം തകർത്തവർ പ്രദേശത്തെ ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമം തുടരുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ധാക്ക ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊൽക്കത്ത, ജമ്മു, ലക്നൌ തുടങ്ങിയ നഗരങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഹിന്ദു, സിഖ്, പാഴ്സി, ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കടുത്ത വിവേചനം നേരിടുകയാണെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും ഭാരതം ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂനപക്ഷ സംരക്ഷണത്തിനായി പ്രതിഷേധം നടത്തിയതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത ആചാര്യൻ ചിന്മയ കൃഷ്ണദാസ് ജയിലിൽ തുടരുകയാണ്. അതേസമയം ഇസ്കോൺ നിരോധിക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയത് തീവ്ര ഇസ്ലാമിക സംഘടനകൾക്കും ഇടക്കാല സർക്കാരിനും കനത്ത തിരിച്ചടിയായി. ജനം, ഡൽഹി. ഹിന്ദുക്കൾക്കെതിരെ ഭീഷണി മുദ്രാവാക്യവുമായി ബംഗ്ലാദേശിൽ റാലി. ഇസ്കോണിനെ തുറന്നുകാട്ടും, ഇസ്കോണിന് ബംഗ്ലാദേശിൽ ഇടമില്ല എന്ന രീതിയിലാണ് മുദ്രാവാക്യങ്ങൾ. ന്യൂനപക്ഷങ്ങൾക്കെതിരെ പരസ്യമായി ഭീഷണി ഉയർത്തുന്ന നിലപാടുകൾ ബംഗ്ലാദേശിൽ തുടരുകയാണ്. ആചാര്യ ചിന്മയ കൃഷ്ണയുടെ അറസ്റ്റ് ഉൾപ്പെടെ ശക്തമായ ആക്രമണങ്ങളാണ് ഇസ്കോൺ ബംഗ്ലാദേശിൽ നേരിടുന്നത്. രാജ്യത്ത് തുടരുന്ന ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതികരണവും ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഭീഷണി മുദ്രാവാക്യവുമായി തീവ്ര മുസ്ലിം വിഭാഗങ്ങൾ തെരുവിലിറങ്ങിയത്. അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ലോകരാഷ്ട്രങ്ങളിൽ നിന്നുയരുന്നത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതികരണം നടത്തിയിരുന്നു. ഇന്ത്യയും കൃത്യമായ ഭാഷയിൽ എതിർപ്പ് ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ലോകരാഷ്ട്രങ്ങൾ തങ്ങളുടെ രാജ്യത്തെ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുമ്പോഴും തീവ്ര ഇസ്ലാമിക നിലപാടുകളുമായി ബംഗ്ലാദേശ് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.
കേരളത്തിൽ റെയിൽവേ വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കത്തെഴുതി. ആവശ്യമായ ഭൂമിക്ക് 2100 കോടി രൂപ കേന്ദ്രം കേരളത്തിന് കൈമാറിയിട്ടും നടപടികൾ വൈകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ഇടപെടൽ. കേരളത്തിലാകെ 12,350 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് റെയിൽവേ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കൽ വൈകുന്നതിനാൽ റെയിൽവേ വികസന പദ്ധതികളെല്ലാം അവതാളത്തിലാണ്. വിവിധ പദ്ധതികൾക്കായി 470 ഹെക്ടർ ഭൂമി ആവശ്യമാണെന്നിരിക്കെ ആകെ 64 ഹെക്ടർ ഭൂമി മാത്രമാണ് സംസ്ഥാനം ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറിയത്. തിരുവനന്തപുരം കന്യാകുമാരി പാത, എറണാകുളം കുമ്പളം പാത, കുമ്പളം തുറവൂർ പാത, അങ്കമാലി ശബരി ലൈൻ എന്നിവയ്ക്കായി 416 ഹെക്ടർ ഭൂമിയാണ് ആവശ്യമുള്ളത്. ഈ 4 സുപ്രധാന പദ്ധതികൾക്കായി ഇതുവരെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകിയത് വെറും 24 ഹെക്ടർ ഭൂമി മാത്രമാണ്. ഭൂമി ഏറ്റെടുക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു. ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ മുഴുവൻ തുകയും നൽകിയിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഉദാസീന മനോഭാവം കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് തുരങ്കം വെക്കുകയാണ്. സംസ്ഥാനത്താകെ 12,350 കോടി രൂപയുടെ അടിസ്ഥാന വികസന പദ്ധതികളാണ് റെയിൽവേ ആവിഷ്കരിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ മാത്രം 3011 കോടി രൂപയാണ് കേരളത്തിന്റെ റെയിൽവേ വികസന സ്വപ്നങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചത്. ജനം, ഡൽഹി. പാലക്കാട് RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകിയതിൽ പിഴവെന്ന് സുപ്രീംകോടതി. 17 PFI ഭീകരർക്ക് ഒരുമിച്ച് ജാമ്യം നൽകിയതിൽ പിഴവെന്ന് കോടതി. ഓരോ പ്രതിയുടെയും പങ്ക് പ്രത്യേകം പരിഗണിക്കണമായിരുന്നുവെന്നും കോടതി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഇത് സംബന്ധിച്ച് കോടതി എന്തൊക്കെ സുപ്രധാന നിലപാടുകളാണ് സ്വീകരിച്ചത്? KP, കഴിഞ്ഞ ജൂണിലാണ് RSS നേതാവ് ശ്രീനിവാസനെ പാലക്കാട് 2022-ൽ PFI ഭീകരർ വധിച്ച കേസുമായി ബന്ധപ്പെട്ട് 17 പ്രതികൾക്ക് കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യം അനുവദിച്ച നടപടിയിൽ പിഴവ് വന്നുവെന്നാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി വാക്കാൽ നടത്തിയിട്ടുള്ള നിരീക്ഷണം. ഈ 17 പ്രതികൾക്ക് ഒറ്റയടിക്ക് ജാമ്യം നൽകിയത് തെറ്റായ നീക്കമായി. ഓരോ പ്രതികളുടേക്കും എതിരെയുള്ള കുറ്റാരോപണം എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് വിശദമായി ആരായുകയും വിശദമായി പഠിച്ച ശേഷമാകണമായിരുന്നു ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളാൻ എന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് രണ്ട് ഹർജികളാണ് പ്രധാനമായും സുപ്രീം കോടതിയിലുള്ളത്. ഒന്ന്, ദേശീയ അന്വേഷണ ഏജൻസി ഈ PFI ഭീകരർക്ക് ജാമ്യം നൽകിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് കേരള ഹൈക്കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച NIA-യുടെ ഹർജിയുണ്ട്. ഇതുകൂടാതെ ശ്രീനിവാസൻ വധക്കേസിൽ തന്നെ പ്രതികളായിട്ടുള്ള PFI ഭീകരർ സമർപ്പിച്ചിട്ടുള്ള ഹർജിയുമുണ്ട്. കാരണം 17 പ്രതികൾക്കാണ് കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. 9 പ്രതികൾക്ക് ഇപ്പോഴും ജാമ്യം ലഭിച്ചിട്ടില്ല. അപ്പോൾ അന്ന് ജാമ്യം ലഭിക്കാത്ത പ്രതികളും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഒപ്പം കേരള ഹൈക്കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്ത് ദേശീയ അന്വേഷണ ഏജൻസിയും ഹർജി നൽകി. ഇവ പരിഗണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ കേരള ഹൈക്കോടതിക്ക് പിഴവുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ 2 ഹർജികളും, അതായത് PFI ഭീകരർ സമർപ്പിച്ചിട്ടുള്ള ഹർജിയും അതോടൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഹർജിയും അടുത്ത മാസം 13-ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. KP. ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യാനൊരുങ്ങുന്ന ഭാരതീയ ഗഗനചാരികളുടെ ആദ്യഘട്ട പരിശീലനം പൂർത്തിയായി. നാസയുമായി സഹകരിച്ചാണ് യാത്ര. ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല, ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവരാണ് ആദ്യഘട്ട യാത്രികർ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഭാരതത്തിന്റെ ഗഗനയാത്രികരുടെ ആദ്യഘട്ട പരിശീലനമാണ് പൂർത്തിയായത്. ISROയും നാസയും സംയുക്തമായാണ് യാത്രയും മുന്നോടിയായുള്ള പരിശീലനവും. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല, മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവരാണ് ആദ്യഘട്ട യാത്രികർ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, ഡ്രാഗൺ ബഹിരാകാശ യാത്രാ വാഹനം എന്നിവയുമായി പരിചയപ്പെടാനുള്ള പരിശീലനം, അടിയന്തര ഘട്ടങ്ങളിലും ആരോഗ്യ വിഷയങ്ങളിലും ആവശ്യമായ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച പരിശീലനവും നടന്നു. ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നതിനാവശ്യമായ പരിശീലനവും മൈക്രോഗ്രാവിറ്റി പരിശോധനയും ഗവേഷണവുമാണ് അടുത്ത ഘട്ടം. ഭാരതീയരുടെയും മലയാളികളുടെയും അഭിമാനമായ നിമിഷം കൂടിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയോടെ നടപ്പാകാനിരിക്കുന്നത്. സയൻസ് ഡെസ്ക്, ജനം. പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ ബഹളം. അദാനി വിഷയവും സമ്പാൽ സംഘർഷവും ഉയർത്തിയായിരുന്നു സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത്. ഇരു സഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു.
ലോക്സഭയും രാജ്യസഭയും രാവിലെ ചേർന്നയുടൻ പ്രതിപക്ഷം ബഹളം തുടങ്ങി. അദാനി വിഷയവും UP സാമ്പലിലെ സംഘർഷവും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ ബഹളം. സാമ്പൽ സംഘർഷം സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടു. ആദ്യം ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെച്ചു. പിന്നീട് ചേർന്നപ്പോഴും ബഹളം തുടർന്നതോടെ സഭ തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. ബഹളം വെച്ച് എംപിമാരെ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖർ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. തെറ്റായ കീഴ്വഴക്കമാണ് സൃഷ്ടിക്കുന്നതെന്നും തുടർച്ചയായ ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ജഗദീപ് ധൻഖർ മുന്നറിയിപ്പ് നൽകി. I express my deep anguish. I express nothing going on record. My absolute pain. We are creating a very bad precedent. We are dishonoring the people of this country. We are not coming up to the expectations. രാജ്യസഭയും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. ജനം, ഡൽഹി. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച് ഭാരതം. ഹിന്ദുക്കൾ നേരിടുന്ന ഭീഷണിയും ആചാര്യ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റും ആശങ്കാജനകം. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. On that, I would say that India has consistently and strongly raised with the Bangladesh government the threats and targeted attacks on Hindus and other minorities. Our position on the matter is very clear. The interim government must live up to its responsibility of protecting all minorities. We are concerned at the surge of extremist rhetoric, increasing incidents of violence and provocation. These developments cannot be dismissed only as media exaggerations. We once again call upon Bangladesh to take all steps for the protection of minorities. സർക്കാർ രൂപീകരണ ചർച്ചകൾ പൂർത്തിയായെങ്കിലും മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചനയെങ്കിലും BJP കേന്ദ്ര നേതൃത്വം ഇതുവരെ തീരുമാനം പുറത്തുവിട്ടിട്ടില്ല. അതേസമയം പ്രധാനമന്ത്രിയുടെ തീരുമാനങ്ങൾ അനുസരിച്ച് മഹായുതി മുന്നോട്ടു പോകുമെന്ന് കാവൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ആവർത്തിച്ചു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തിയ BJP നേതൃത്വം നൽകുന്ന മഹായുതി സർക്കാർ രൂപീകരണ ചർച്ചകൾ പൂർത്തിയാക്കി. ഇന്നലെ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ദേവേന്ദ്ര ഫട്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയാകില്ലെന്ന് ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയതോടെ സംസ്ഥാനത്ത് BJPയുടെ കരുത്തുറ്റ മുഖമായ ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനാണ് സാധ്യത. എന്നാൽ ഇക്കാര്യത്തിൽ BJP കേന്ദ്ര നേതൃത്വം തീരുമാനം പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന് സമാനമായി 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമെന്നാണ് സൂചന. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കുന്ന ഏതു തീരുമാനവും അനുസരിച്ച് മുൻപോട്ടു പോകുമെന്നും ജനങ്ങൾക്കു വേണ്ടിയുള്ള സർക്കാരാണ് രൂപീകരിക്കുന്നതെന്നും നിലവിൽ കാവൽ മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെ ആവർത്തിച്ചു. മഹായുതി യോഗത്തിനു ശേഷം സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം, ഡൽഹി. ഷിയ വിഭാഗങ്ങൾക്കെതിരെ പാകിസ്ഥാനിൽ നടക്കുന്ന ആക്രമണത്തിനെതിരെ UPയിൽ പ്രതിഷേധം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ കോലം കത്തിച്ചു. ഖൈബർ പക്തുവയിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇന്നലെ മാത്രം 10ഓളം പേർ കൊല്ലപ്പെട്ടു. ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ ശക്തമാകുന്നത്. അഫ്ഗാൻ അതിർത്തിയായ ഖൈബർ പക്തുങ്വയിലാണ് തുടർച്ചയായി ആക്രമണങ്ങൾ അരങ്ങേറുന്നത്. 200ഓളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഔദ്യോഗിക വിവരം. ഇന്നലെ മാത്രം 10 പേർ കൊല്ലപ്പെട്ടു. ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലാണ് സംഘർഷം അരങ്ങേറുന്നത്. ഷിയ വിഭാഗങ്ങൾക്കെതിരെ വ്യാപകമായ ആക്രമണം നടന്നതിൽ ഭാരതത്തിലുൾപ്പെടെ പ്രതിഷേധം കത്തിപ്പടരുകയാണ്. UPയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ കോലം കത്തിച്ചു. ഷിയ പ്രതിഷേധക്കാരാണ് കോലം കത്തിച്ചത്. क्योंकि पाकिस्तान में जिस तरीके से पाराचिनार में शियों की हत्याएं हो रही हैं, पूरे पाकिस्तान में शियों की हत्याएं हो रही हैं। गाजा में अगर मुसलमान मारा जाए तो वह मुसलमान है, अगर से पाराचिनार में बच्चे मारे जाएं, पाकिस्तान में शिया मारे जाएं, क्या वो उनका ताल्लुक इस्लाम धर्म से नहीं है? ये डुअल पॉलिसी नहीं चलेगी. सारे मुसलमानों को, सारी तंजीमों को पाराचिनार में शियों पर कत्लेआम पर खड़े होकर बाकायदा सदा एहतजाज बुलंद करना चाहिए. അതിനിടെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷ്ര ബീബിയെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. രാഷ്ട്രീയ മതസംഘർഷങ്ങൾ പാകിസ്ഥാനിൽ വ്യാപകമാകുന്നു എന്നാണ് വാർത്തകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഡൊണാൾഡ് ട്രംപ് നിലവിലെ അമേരിക്കൻ ഭരണകൂടം നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളിൽ സുരക്ഷിതനല്ലെന്ന് പുടിൻ.
ജൂലൈയിൽ പ്രചാരണ വേളയിൽ അദ്ദേഹത്തിനെതിരെ നടന്ന ആക്രമണങ്ങളെ പരാമർശിച്ചായിരുന്നു പ്രതികരണം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളാണ് ട്രംപ്. പ്രശ്നങ്ങൾക്ക് അദ്ദേഹം പരിഹാരം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പുടിൻ പറഞ്ഞു. റഷ്യയുമായി മികച്ച സൗഹൃദം പുലർത്തുന്ന അമേരിക്കൻ നേതാക്കളിൽ ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ 2 തവണയാണ് ട്രംപിനെതിരെ ആക്രമണമുണ്ടായത്. ഈ സാഹചര്യങ്ങളെല്ലാം പരാമർശിച്ചായിരുന്നു വ്ളാഡിമിർ പുടിന്റെ പ്രതികരണം. നിലവിൽ അമേരിക്കൻ ഭരണ സംവിധാനത്തിൽ ട്രംപ് സുരക്ഷിതനല്ലെന്ന് പുടിൻ കൃത്യമായി പറഞ്ഞു. Не то, что в отношении Трампа применялись абсолютно не цивилизованные средства борьбы, абсолютно цивилизованные, но вплоть до попытки убийства, причем неоднократного. Кстати говоря, на мой взгляд, и сейчас он не в безопасности. Ну, к сожалению, в истории Соединенных... Да, здесь а что? В истории Соединенных Штатов были всякие разные случаи. Поэтому, ну, я думаю, что он человек умный, уже надеюсь, осторожный. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വിവിധ വിഷയങ്ങൾ പരാമർശിച്ചായിരുന്നു പുടിന്റെ പ്രതികരണം. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പുടിൻ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഉത്തർപ്രദേശിലെ സംഭലിൽ ഷാഹി ജമാ മസ്ജിദിൽ ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ട സുപ്രീം കോടതി. വിഷയത്തിൽ ഹൈക്കോടതി വാദം കേട്ട് തീരുമാനമെടുക്കുന്നതുവരെ തുടർ നടപടികൾ ഉണ്ടാകരുതെന്നും കോടതി വ്യക്തമാക്കി. സർവേ നടപടി ചോദ്യം ചെയ്ത് മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജിയിലാണ് നടപടി. വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനും മസ്ജിദ് കമ്മിറ്റിയോട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകി. മൈ ഹോം ഇന്ത്യയുടെ സ്വാമി വിവേകാനന്ദ കർമ്മയോഗി പുരസ്കാരം ഡോക്ടർ വിശ്വാമിത്ര ബാത്രയ്ക്ക് ലഭിച്ചു. മേഘാലയത്തിൽ വനവാസികൾക്കിടയിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. RSS സഹസർക്കാര്യവാഹ് ഡോക്ടർ കൃഷ്ണഗോപാലും BJP നേതാവ് സുനിൽ ദിയോദറും ചേർന്ന് പുരസ്കാരം സമ്മാനിച്ചു. വനവാസി സമൂഹത്തിന്റെ ഉന്നതിക്കായി ഒഴിഞ്ഞുവെച്ച ജീവിതമാണ് ഡോക്ടർ വിശ്വാമിത്ര ബാത്രയുടേത്. കഴിഞ്ഞ 41 വർഷമായി മേഘാലയയിലെ വനമേഖലകളാണ് കർമ്മകേന്ദ്രം. വനവാസി സമൂഹത്തിന് നൽകിയ സംഭാവന കണക്കിലെടുത്താണ് മൈ ഹോം ഇന്ത്യ സ്വാമി വിവേകാനന്ദ സ്മൃതി കർമ്മയോഗി പുരസ്കാരം വിശ്വാമിത്ര ബാത്രയ്ക്ക് സമ്മാനിച്ചത്. ഡൽഹി ആകാശവാണി ഭവനിൽ നടന്ന ചടങ്ങിൽ മുഖ്യാതിഥി RSS സഹസർക്കാര്യവാഹ് ഡോക്ടർ കൃഷ്ണഗോപാലായിരുന്നു. तो लगता है सच में उस नागालैंड और मिजोरम के उसके परिवार को कि इंडिया इज माय होम. मेरा बच्चा देश में कहीं पर भी है तो दैट इज इन माय होम. वो मेरे घर में ही है. വടക്ക് കിഴക്കൻ ജനതയെ ഭാരതത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൽ RSS വഹിച്ച പങ്ക് നിർണായകമെന്ന് BJP നേതാവും മൈ ഹോം ഇന്ത്യ സ്ഥാപകനുമായ സുനിൽ ദിയോദർ പ്രതികരിച്ചു. लेकिन राष्ट्रीय स्वयंसेवक संघ के स्वयंसेवक थे, प्रचारक निकलने की इच्छा हुई और उनको कहा कि चलो आप डॉक्टर है तो आप वनवासी कल्याण आश्रम के माध्यम से चिकित्सा केंद्र चलाइए. तो पहले तो जाकर बस्तर में रहे और मेघालय आए. उस समय मेघालय की परिस्थिति ऐसी थी साथियों कि जो चेहरा हमारा नॉन ट्राइबल चेहरा है, इस चेहरे को लेकर सूर्यास्त के बाद में बाहर निकलने की कोई कल्पना ही नहीं कर सकता था. कोई भी उसको देखकर आउटसाइडर को वहां डखार बोलते थे और डखार एक तिरस्कार का विषय, इसके पीछे बहुत बड़ा षड्यंत्र चर्च का था. മേഘാലയ ഉൾപ്പെടുന്ന വടക്ക് കിഴക്കൻ മേഖലയിൽ RSS പ്രചാരകനായിരുന്ന സുനിൽ ദിയോദർ 2005 സ്ഥാപിച്ച NGO ആണ് മൈ ഹോം ഇന്ത്യ. നോർത്ത് ഈസ്റ്റിലെ ജനങ്ങളുടെ ഉന്നതി ലക്ഷ്യമിട്ട് തുടങ്ങിയ സംഘടനയ്ക്കിന്ന് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സന്നദ്ധ പ്രവർത്തകരുണ്ട്. ജനം, ഡൽഹി. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.